ഉസ്താദെ, ഈ വീഡിയോ ഞാൻ പല ആളുകൾക്കും സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർ കാണുന്ന രൂപത്തിൽ ഗ്രൂപ്പിലിടാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാന്നറിയോ? കൂടെ നിന്നിട്ട് ചോര നീരാക്കിയിട്ട് അധ്വാനിക്കുന്ന ആളുകളെ മൈൻഡ് ചെയ്യില്ല. അവർക്ക് ലോണുണ്ട്, മുള കെട്ടിക്കാണ്ട്, വീടില്ല. അവർക്ക് കൊടുത്താൽ പുറലോകം അറിയില്ല, പബ്ലിസിറ്റി കിട്ടൂല. അങ്ങനത്തെ ആളുകൾക്ക് നല്ലൊരു മെസ്സേജാണ്. കൂടെ നിൽക്കുന്ന ആളുകൾ ആദ്യം സഹായിച്ചിട്ട് അവർ ചാരിറ്റി ചെയ്തോട്ടെ. നല്ല നിലക്ക് ചാരിറ്റി ചെയ്യുന്ന ആളുകൾ വേറെയുണ്ട്. മുതലാളിമാരോടൊക്കെ ഒരു കാര്യം ഉണർത്തുകയാണ്. ഓരൊരു പക്ഷേ നാട്ടുകാർക്ക് ഒരുപാട് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ആദ്യമായിട്ട് അവർ പരിഗണിക്കേണ്ടത് സ്വന്തം എംപ്ലോയീസിനെയാണ്. അവനവന്റെ കൂടെ ജോലി ചെയ്യുന്ന പണിക്കാർക്ക് ഒരു മാന്യമായ ശമ്പളമോ അവർക്കൊരു സന്തോഷത്തിന് പെരുന്നാളോ റമദാനോ വിശേഷപ്പെട്ട ദിവസമോ വരുമ്പോൾ ഒരു ഇൻക്രിമെന്റ്, എന്തെങ്കിലും ഒരു അധികം ഒരു സമ്മാനമായിട്ട് ഒരു 100-200 അവർക്ക് കൊടുക്കുന്നു. അതുപോലും കൊടുക്കാതെ അവരുടെയൊക്കെ ചങ്കിന് പിടിച്ചു വെച്ചിട്ട് നാട്ടുകാർക്ക് ലക്ഷങ്ങൾ വാരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ലക്ഷങ്ങൾ ഈ പാവങ്ങളുടെ അവരുടെ വിയർപ്പാണ്. അവരുടെ വിയർപ്പിൽ നിന്നാണ് നിങ്ങൾക്കത് കിട്ടുന്നത്. അത് നമ്മൾ ഏറ്റവും അർഹിക്കുന്നത് നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന എംപ്ലോയീസിനെയാണ്. പിന്നെ നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ അയൽപക്കങ്ങള്, ഇതൊക്കെ ക്ലിയർ ചെയ്തതിന്റെ ശേഷമാണ് ആ സർക്കിളിന്റെ പുറത്തേക്ക് പോകേണ്ട കാര്യം തന്നെയുള്ളൂ. എപ്പോഴും ചെയ്യേണ്ട കാര്യം അതാണ്. റമദാനൊക്കെ വരുന്നുണ്ട്. റമദാനെ ചില ആളുകൾ എന്ത് ചെയ്യും? ശമ്പളം പകുതിയൊക്കെ കുറക്കും. എന്നാൽ പണിക്ക് കുറവൊന്നുണ്ട്? പണിക്ക് കുറവൊന്നുമില്ല, ടൈമൊക്കെ അതേപോലെ തന്നെയാണ്. പക്ഷെ അതൊരു എഗ്രിമെന്റ് ആണ്. നിങ്ങൾ അങ്ങനെ പരസ്പരം എഗ്രി ചെയ്ത വിഷയമാണ്, ഒരു കുഴപ്പമില്ല. അല്ലാതെ പെട്ടെന്ന് നമുക്ക് അത്ര തരാൻ പറ്റുള്ളൂ. കൊറോണക്കൊക്കെ വെറുതെ ശമ്പളം കുറച്ച് ആൾക്കാരുണ്ട്, ജോലിയുണ്ട്, നല്ല ബിസിനസ് വന്നിട്ടുണ്ട്. ബിസിനസ് ഇല്ല, തടർന്നു പോയതിനെ കുറിച്ചല്ലേ പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാർ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം, അല്ലേ? പക്ഷെ അല്ലാത്തതിൽ പിടിച്ചു വെക്കുക, സ്വന്തം കടപ്പാടുള്ളവരുടെ ജസാഇനെ പിടിച്ചു വെക്കുക, എന്നിട്ട് ഇപ്പുറത്ത് വാരി കോരി കൊടുക്കുക, എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അതുകൊണ്ടൊരു പ്രതിഫലം കിട്ടൂല.